നോബൽ മാരിക്കാരൻ വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത നിയമപ്രകാരമെന്നാണ് സഭയിൽ കേന്ദ്ര കായിക മന്ത്രി വിശദീകരിച്ചത്. ഇക്കാര്യത്തിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിലടക്കം നമ്മുടെ പ്രതിനിധികൾ ഈ വിഷയം റേസ് ചെയ്തോ? ഇതിലിപ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ സഭയിൽ തന്നെ, പാർലമെന്റിൽ തന്നെ നമ്മളത് കണ്ടു തുടങ്ങിയതാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്? വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയ്ക്ക് പിന്നാലെ രാജ്യം പൂർണ്ണ പിന്തുണ അവർക്ക് നൽകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് വിനേഷ് ഫോഗട്ടിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയവാദത്തിലേക്ക് പോകും എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ കരുതലാണ് കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കം വിനേഷ് ഫോഗട്ടിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. നിങ്ങൾ ചാമ്പ്യനാണ് എന്നാണ് പ്രധാനമന്ത്രി ഇന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ അഭിമാനവും ഓരോ ഇന്ത്യക്കാരുടെ പ്രചോദനവും എന്നും വ്യക്തമാക്കി. ശക്തമായി തിരിച്ചു വരുമെന്നും തന്റെ വാക്കുകൾക്ക് വേദനകൾക്ക് അതീതമാണ് എന്നും പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമാക്കി. ഒപ്പം ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് അധ്യക്ഷ PT ഉഷയുമായി പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ സംസാരിച്ചു. വിഷയത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ചെയ്യാൻ കഴിയുന്ന സാധ്യതകളെക്കുറിച്ചും ഒക്കെ കൃത്യമായി ഇതിൽ വിവരങ്ങൾ തേടുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും മുന്നോട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകുകയും PT ഉഷയ്ക്ക് ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി. ഇന്നിപ്പോൾ 3:15 ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ലോക്സഭയിൽ നടത്തിയത്. അദ്ദേഹം ലോക്സഭയിൽ വ്യക്തമാക്കിയത് ഈ ഒളിമ്പിക് നിയമങ്ങളുടെ, പ്രത്യേകിച്ച് ഒളിമ്പിക് നിയമങ്ങളുടെ വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ PT ഉഷയോട് സാധ്യമായതെല്ലാം ചെയ്യാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചിരിക്കുന്നത്. ചാമ്പ്യന്മാരിൽ ചാമ്പ്യൻ കൂടുതൽ ശക്തയായി തിരിച്ചുവരിക എന്നതാണ് വിനേഷ് ഫോഗട്ടിനോട് രാജ്യം ഒന്നാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹീറോയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വിനേഷ് ഫോഗട്ട്.